നാഷൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗ് 4 മാച്ചസ്, അതിൽ 3 എക്സ്ട്രാ ടൈമുക്ക് പോയി, 2 പെനാൾട്ടിറ്റീസ്. വൺ ഓഫ് ദ ക്രേസിയസ്റ്റ് നൈറ്റ്സ് ഫോർ ഫുട്ബോൾ ഫാൻസ്. ബട്ട് ആകെയുള്ളൊരു ഇഷ്യൂ 4 മാച്ചസും ഒരേ സമയത്താന്നുള്ളതായിരുന്നു. ഓഫ് കോഴ്സ് എനിക്ക് അണ്ണൻ്റെ മാച്ച് തന്നെ കാണേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അണ്ണൻ്റെ റിട്ടയർമെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. ഓക്കെ, പറയാം, ഇവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. പോർച്ചുഗൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ബാക്കിയുള്ള 10 പോർച്ചുഗീസ് പ്ലേയേഴ്സും സെൽഫ് ഗോൾ അടിച്ചിട്ടാണെങ്കിലും പോർച്ചുഗൽ ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അണ്ണൻ്റെ കാര്യം തീരുമാനമാകുമായിരുന്നു. അതിൻ്റെ പുറമേക്കാണ് ആൾ പെനാൾട്ടി മിസ്സാക്കിയത്. ആ ഒരു മൊമെൻറ്റിലുള്ള CR7 ഫാൻസിൻ്റെ അവസ്ഥ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. അണ്ണൻ്റെ സൂ എല്ലാവരും കാണുന്നതിന് പകരം ഓൾമോസ്റ്റ് ആ സ്ലൊവേനിയ മാച്ചിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്ക് വന്നു. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇപ്പോഴും എക്സിന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പോലും ഞാൻ ഇത്ര ഡിപ്രഷനിലായിട്ടില്ല. പോർച്ചുഗലിനെ പറ്റിയിട്ടും അവരുടെ പ്ലേയേഴ്സിനെ പറ്റിയിട്ടും അവരുടെ ഈ ഒരു ഓവറോൾ മാച്ചിനെ പറ്റിയിട്ടും ഒക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ബട്ട് ഇൻ ദി എൻഡ് അവർ ജയിച്ചു. ഓക്കെ, സോ കുറേ ഞാൻ കഥകൾ പറയണില്ല. ആകെയുള്ള ഒരു ഇഷ്യൂ ഡെൻമാർക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ബട്ട് എപ്പത്തിയും പോലെ ഒരു ടീമിനെ ജയിക്കാൻ പറ്റുള്ളൂ. സോ ഹോൾഡ് ദാറ്റ്. ആൻഡ് അണ്ണൻ്റെ കേസിൽ 72-ാം മിനിറ്റിൽ ബ്രൂണോൻ്റെ ഷോട്ടിൽ വന്ന റീബൗണ്ടിൽ ആളൊരു കിഡിലൻ എന്താ പറയുക 0 ആംഗിളിലൊക്കെ ഗോളൊക്കെ അടിച്ച് റിട്ടയർമെൻറ്റ് സോണിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയി. എന്തായാലും മാച്ചിലെ എക്സ് ഫാക്ടർ ആയിട്ട് വന്നത് 80-ാം മിനിറ്റിന് ശേഷമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു. ജോട്ട ഇറങ്ങി, ട്രിനിക്കാവു ഇറങ്ങി. ആൻഡ് ട്രിനിക്കാവു മാൻ, താങ്ക് യു. ഓക്കെ, 2 കിഡിലൻ ഗോൾസ്. ഞാനുള്ള കാര്യം തുറന്ന് പറയാം, ട്രിനിക്കാവു അടിച്ച ആ ഒരു സെക്കൻഡ് ഗോളൊന്നും അണ്ണനെ ഇനി അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മാച്ചിൽ അണ്ണൻ അത്രയും നല്ലൊരു ചാൻസ് കിട്ടിയതാ. ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക, ഇച്ചിരി കമ്പോഷറോടെ നിന്നിരുന്നെങ്കിൽ സ്കോർ ചെയ്യാനുള്ള ചാൻസ്. ആൾ കീപ്പറെ നേരെ അടിച്ചു വിട്ട്. ഞാൻ നെഗറ്റീവ് പറയണില്ല എന്ന് പറഞ്ഞതാ, പക്ഷെ അറിയാതെ വന്ന് പോവുക. ട്രിനിക്കാവു, ഡിയേഗോ ജോട്ട, ഈവൻ സബ്ബായിട്ട് വന്ന ഗോൺകാലോ റാമോസിന് വരെ ഒരു ഗോൾ കിട്ടി. ഞാൻ മറ്റേ ഒരു എന്താ പറയുക ഡിബേറ്റൊന്നും ഇറങ്ങണില്ല കേട്ടോ. ഈ റാമോസ് അല്ലെങ്കിൽ ബാക്കിയുള്ള യങ് പ്ലേയേഴ്സ് ബെറ്റർ ആണോ, പോർച്ചുഗൽ അണ്ണം കളിക്കുമ്പോൾ മോശമാണോ, അത് കളി കണ്ടവർക്കറിയാം എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളത്. ആൻഡ് റഫേൽ ലിയാവു ഓരോ തവണ ഈ ചെങ്ങായിൻ്റെ കാലുമ പന്ത് കിട്ടുമ്പോൾ പിന്നെ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഒപ്പണൻസ് ആണെങ്കിലും സ്വന്തം ടീമാണെങ്കിലും ആ പന്ത് തൊടുണ്ട്. എന്നാൽ എന്തെങ്കിലും നല്ലത് ചെയ്യണ്ടോ? അതില്ല. മാച്ചിൻ്റെ സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗീസ് ഡിഫൻഡേഴ്സ് മാക്സിമം സ്വന്തം ടീമിനെ തോൽപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ആ 2 സെൻട്രൽ ഡിഫൻഡേഴ്സ് അന്തല്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിവേ, പോർച്ചുഗലിൻ്റെ സെമി ഫൈനൽ ഒപ്പണൻസ് ആയിട്ടുള്ളത് ജർമ്മനിയാണ്. അവർ ഇറ്റലിയെ 5-4 ഓവറോൾ തോൽപ്പിച്ചത്. സെക്കൻഡ് ലെഗ് മാത്രം 3-3 എൻഡ് ചെയ്തത്. ക്രേസി ഗെയിം. അതൊക്കെ കാണുന്നതിന് പകരം നമ്മളെല്ലാവരും ഓഫ് കോഴ്സ് പോർച്ചുഗലിൻ്റെ അപരാധങ്ങൾ കണ്ടിരുന്നു. ആൻഡ് അണ്ണൻ ആൻഡ് കോച്ച് അവരുടെ ഹാംസ്ട്രിങ് ഇഞ്ചുറി നാടകമൊക്കെ ഞാൻ കണ്ടു. ഐ സീ റൈറ്റ് ത്രൂ യു അണ്ണ. എനിക്ക് ജോർജിനെക്കാളും അണ്ണ നല്ലോണം അറിയാം. ഐ സീ യു. എഫേർട്ടിന് 10 out of 10 തരാം, എക്സിക്യൂഷന് 5 out of 10 ഉള്ളൂ. പെട്ടെന്ന് മനസ്സിലായി. ഡെൻമാർക്കിനെതിരെയുള്ള ഈ ഒരു വിജയം വരാൻ പോകുന്ന ഡിസപ്പോയിൻമെൻറ്റിനെ ഒന്ന് നീട്ടിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് അണ്ണൻ്റെ റിട്ടയർമെൻറ്റും ഒന്ന് നീട്ടിവെച്ചു. ജർമ്മനിക്കെതിരെ ജയിച്ചാലും ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ മാച്ചിലെ ഒപ്പണൻസിനെതിരെ ഫൈനലിൽ ഏറ്റുമുട്ടണം. ജർമ്മനിക്കെതിരെ വരെ ജയിക്കും എന്നുള്ളത് ഡൗട്ടാണ്. ഈ കെമിസ്ട്രി വെച്ചും ഈ ഒരു പെർഫോമൻസ് വെച്ചും വലിയ പ്രതീക്ഷയൊന്നുമില്ല. ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് താങ്ക് യു ലമീൻ യമാൽ. ഇന്നത്തെ വേഴ്സ് പെനാൾട്ടി അണ്ണൻ്റെതാക്കാതിരുന്നതിന് താങ്ക് യു. ബാർസലോണ ഫാൻസ് അണ്ണനെ കളിയാക്കി ഇങ്ങനെ ഇരിക്കേനോ, ഇനി പോരും കുറച്ചും അടങ്ങിക്കോളും. വളരെ നല്ലത്. സ്പെയിൻ വേഴ്സസ് നെതർലാൻഡ്സ് മറ്റൊരു ക്രേസി മാച്ച്. 2 ലെഗിലും കൂടെ ആയിട്ട് 10 ഗോളുകൾ. സെക്കൻഡ് ലെഗ് മാത്രം 3-3 എൻഡ് ചെയ്തത്. പിന്നീട് പെനാൾട്ടിറ്റീസിൽ സ്പെയിൻ ജയിച്ചു. അവരുടെ ഒപ്പണൻസ് ആയിട്ട് ഫ്രാൻസ് ആണ് വരുന്നത്. ക്രൊയേഷ്യക്കെതിരെ ഫസ്റ്റ് ലെഗിൽ 2-0 തോറ്റ്, സെക്കൻഡ് ലെഗിൽ 2-0 തിരിച്ച് ജയിച്ച് അവരും പെനാൾട്ടിക്കൊക്കെയാണ് ജയിച്ചത്. ഈ 4 മാച്ചസിലായിട്ട് വേറെയും കിഡിലൻ പെർഫോമൻസും ഗോളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ സ്റ്റോറി ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഈ പൊലച്ചേക്കിരുന്ന് ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. ഓക്കെ, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്കിനി ഉറങ്ങാൻ. അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കാണിക്കാൻ വേണ്ടി ബൈ.